ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് അഷ്ടമി രോഹിണി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ന് തിരു അവതാരം ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ അവതാരം അത് കഥാരൂപത്തിൽ ഒന്ന് കേൾക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇന്നേ ദിവസം നിങ്ങൾ ഈ കഥ കേട്ട് പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ദേവകീ ദേവിയുടെ 6 പ്രസവങ്ങളെ പറ്റിയിട്ടാണ്. ഈ 6 കുഞ്ഞുങ്ങളെയും സഹോദരനായ കംസൻ നിലത്തടിച്ചു കൊന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ദേവകീ ദേവിക്ക് 7ാമത്തെ ഗർഭം വന്നു തികയുകയാണ്. പിറക്കാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെയും ദുർഗതി ഇതുതന്നെയാകുമല്ലോ എന്നോർത്ത് ദേവകിയും വസുദേവരും എപ്പോഴും സങ്കടത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ഭഗവാൻ അവതരിക്കുന്നതിനു മുമ്പ് തൻ്റെ തൽപ്പമായ സർപ്പേശ്വരൻ അവതരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനാൽ ദേവകീ ദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ആ ശിശു ആരായിരുന്നു? അനന്തൻ്റെ അംശാവതാരമായിരുന്നു. അതായത് ദേവകീ ദേവിയുടെ 7ാമത്തെ ഗർഭത്തിൽ അനന്തൻ്റെ അംശം ജനിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. ഈ സമയത്ത് വൈകുണ്ഠത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായാദേവിയോട് ഇങ്ങനെ സർവേശ്വരൻ കൽപ്പിക്കുകയാണ്. ഭഗവാൻ മായാദേവിയോട് പറയുകയാണ്, ഭഗവതി, ഈ അവസരത്തിൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യണം. ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കുവാനും അധർമ്മികളെ നശിപ്പിക്കുവാനും വേണ്ടി നമുക്ക് 2 പേർക്കും ഇപ്പോൾ മനുഷ്യരായി ജനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ തന്നെ എന്നേക്കാൾ മുമ്പേ പോയി മധുരാപുരി കാരാഗ്രഹത്തിൽ കഴിയുന്ന വസുദേവ പത്നിയായ ദേവകിയുടെ ഉദരത്തിൽ കിടക്കുന്ന അനന്താംശമായ ആ പ്രജയെ ആകർഷിച്ച് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കണം. അവിടുന്ന് മുമ്പേ പോകൂ. അതിനുശേഷം ഞാനും എൻ്റെ പൂർണ്ണ കലാംശങ്ങളോടും കൂടി ആ പുണ്യവതിയിൽ അവതരിക്കുന്നതാണ്. ഇങ്ങനെ ഭഗവാൻ നാരായണമൂർത്തി മായാദേവിയോട് കൽപ്പിക്കുന്നു. എൻ്റെ അവതാരത്തോടൊപ്പം ആ മുഹൂർത്തത്തിൽ തന്നെ ഭഗവതിയും ഭഗവതിയുടെ യോഗമായയാൽ അമ്പാടിയിൽ നന്ദഗോപരുടെ പത്നി യശോദയിലും ഒരു പുത്രിയായി പിറക്കണം. ഭൂമിയിൽ അംബിക, ദുർഗ, കാർത്യായനി, നാരായണി, ചണ്ഡിക, ഭദ്രകാളി, കൃഷ്ണവർണ, മഹാവൈഷ്ണവി, മാധവി, ഗൗരി, ഈശാനി, ശാരദ എന്നിങ്ങനെ പല നാമങ്ങളിലും ഭക്തജനങ്ങൾ അവിടുത്തെ വർണ്ണിച്ച് പൂജിക്കും. എൻ്റെ മായയായ ഭവതി തന്നെയാണ് 3 ഭാവത്തിൽ ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായി വർത്തിക്കുന്നത് എന്ന് ജ്ഞാനികൾ
അറിയുകയും ചെയ്യും. ഇങ്ങനെ നിരാമയൻ മായാദേവിയോട് കൽപ്പിച്ചിട്ട് യോഗനിദ്രയിൽ ലയിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ ഭഗവാൻ എന്താണ് യോഗമായയോട് പറഞ്ഞത് എന്ന്? ഉടൻ തന്നെ ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് മായാഭഗവതി ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഗോപവനിതയായ യശോദയുടെ ഉദരത്തിൽ യശോദയുടെ പുത്രിയായി പിറക്കുന്നതിന് വേണ്ടി അവിടെ പ്രവേശിക്കുകയും ചെയ്തു. അതോടുകൂടി 7-ാം മാസത്തിൽ ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ള വാർത്ത എങ്ങും പരക്കുകയും ചെയ്തു. ഈ വിവരം ആരറിഞ്ഞു? കംസൻ അറിഞ്ഞു. ആ കാലത്ത് വസുദേവരും ദേവകിയും തങ്ങളുടെ സർവസങ്കടങ്ങളും സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണുവിൽ സമർപ്പിച്ച് സദാ അദ്ദേഹത്തെ ധ്യാനിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നു. ദേവകിയുടെ പുണ്യഗർഭത്തിൽ പുണ്യപുരുഷോത്തമൻ പുത്രഭാവത്തിൽ അവതരിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ലോകനാഥൻ്റെ തിരു അവതാരം എപ്പോഴാണ് എന്നുള്ള ചിന്തയോടുകൂടി ദേവകൾ സദാസമയവും ഭഗവാന്റെ സേവകൾ ചെയ്ത് പൂമഴ പൊഴിച്ചുകൊണ്ട് വാനിടത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. നമ്മളും അങ്ങനെയാണ് അല്ലേ? എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഇങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കും. അതുപോലെ ദേവകളും അക്ഷമയോടുകൂടി ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതോടുകൂടി പ്രപഞ്ചത്തിൽ ഉടനീളം ഒരു നവ്യപ്രകാശം പരക്കുകയും ചെയ്തു. തൻ്റെ ഭഗിനി 8-ാമത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഭീതിയോടുകൂടിയാണ് ആരറിഞ്ഞത്? കംസൻ അറിഞ്ഞത്. ദേവകിയെ കാണുവാനായി കാരാഗൃഹത്തിലേക്ക് കംസൻ എത്തുന്നു. ഉദയസൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന ഒരു ദിവ്യമായ തേജസ് ദേവകിയുടെ ഉടലിൽ പ്രസരിക്കുന്നത് കണ്ട് കംസൻ അത്ഭുതപ്പെട്ടു. ഇതിനു മുമ്പ് ഒരിക്കലും ഇവളുടെ ഗർഭധാരണ വേളയിൽ ഇത്രയും ശോഭ ഇവളിൽ കണ്ടിട്ടില്ല. എന്നെ വധിക്കുവാനുള്ള ദിവ്യ ശിശുവിനെ ഇവൾ ഗർഭം ധരിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവളിൽ ഇത്രയും വലിയ ശോഭ കാണാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ആ കുഞ്ഞിനെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. അതിനെ വളരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അതല്ല, അവൻ ഒരു പക്ഷേ എന്നെ വധിക്കുകയാണെങ്കിൽ, അവൻ ദേവനാണെങ്കിൽ എനിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും എന്ന് കംസൻ ചിന്തിക്കുകയാണ്. അതിനുശേഷം കാരാഗ്രഹത്തിൻ്റെ വാതുക്കൽ കാവൽ നിൽക്കുന്ന കാവൽക്കാരോട് ദേവകിയെയും വസുദേവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദേവകീദേവിയുടെ ദിവ്യഗർഭം പൂർത്തിയായി. ആ പുണ്യമുഹൂർത്തം സമാഗതമായി. പാർവതീ സമേതം പരമശിവനും സരസ്വതീ സമേതം ബ്രഹ്മദേവനും ഇന്ദ്രാദി 33 കോടി ദേവന്മാരും 64,000 യക്ഷഗന്ധർവ കിംപുരുഷന്മാരും അപ്സര സ്ത്രീകളും പ്രഹ്ലാദൻ, മഹാബലി തുടങ്ങിയ ഭക്ത ദാനവന്മാരും സപ്തർഷികളും അത്രി, അങ്കിരസ്, മരീചി, നാരദൻ തുടങ്ങിയ ബ്രഹ്മർഷികളും ബൃഹസ്പതി, ഭൃഗു തുടങ്ങിയ ആചാര്യന്മാരും
ഭഗവാന്റെ തിരു അവതാരം വീക്ഷിച്ച് നയന സാഫല്യമടയുന്നതിനായി ആകാശത്തിൽ നിരന്നു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞ് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വളരെ വിശദമായി നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ശ്രാവണ മാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ബുധനാഴ്ച ചന്ദ്രൻ ഉച്ചനായി ഇടവം രാശിയിലും ചൊവ്വ ഉച്ചനായി മകരം രാശിയിലും ബുധൻ ഉച്ചനായി കന്നി രാശിയിലും ശനി ഉച്ചനായി തുലാം രാശിയിലും ആദിത്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും വ്യാഴം മീനത്തിലും ശുക്രൻ തുലാത്തിലും രാത്രി 18 നാഴിക ഇരുട്ടിയതിനു ശേഷം മംഗലനാമ ചന്ദ്രക്രിയാവേളയിൽ സർവദിക്കുകളും പ്രകാശിക്കുമാറ് നക്ഷത്രങ്ങൾ ഉജ്ജ്വലമായ ദീപ്തിയോടുകൂടി വിളങ്ങവേ ഇടവലഗ്നം കൊണ്ട് ലോകൈകനായകനായ ഭഗവാൻ പരംപുരുഷൻ ശ്രീ നാരായണമൂർത്തി സർവവിഷ്ണു ചിഹ്നങ്ങളോടും കൂടി വസുദേവനന്ദനായി ദേവകീദേവിയുടെ ദിവ്യഗർഭത്തിൽ നിന്നും തിരു അവതാരം ചെയ്തു. ആ അവസരത്തിൽ ഹരേ കൃഷ്ണ വാനവർ ദേവദുന്ദുഭിവാദ്യങ്ങളോടെ മലർ പൊഴിക്കുകയും കിന്നര ഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിക്കുകയും സിദ്ധന്മാർ ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുകയും അപ്സരസുന്ദരികൾ താളമേളത്തിനൊത്ത് നൃത്തലാസ്യ നടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ആ സന്തോഷം? നിങ്ങൾക്കും സന്തോഷം തോന്നുന്നില്ലേ? ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ദേവകി വസുദേവന്മാരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ഇരുമ്പു ചങ്ങല ആ സമയം താനേ പൊട്ടിയകലുന്നു. ഇരുട്ടു നിറഞ്ഞിരുന്ന ആ കാരാഗ്രഹത്തിൽ ഒരു തേജോഗോളമുദിച്ചതുപോലെയുള്ള പ്രകാശം പരക്കുന്നു. പുറത്ത് ഇടിവെട്ടലോടുകൂടിയ പെരുമഴയും പെയ്തുകൊണ്ടിരുന്നു. കാരാഗൃഹത്തിൻ്റെ പരുപരുത്ത തിണ്ണയിൽ കൈകാലുകൾ കുടഞ്ഞ് നറും നിലാവൊളി തൂകുന്ന ഒരു തങ്ക പൂമ്പൈതൽ അതാ ശയിക്കുന്നു. വാത്സല്യത്തോടുകൂടി ദേവകീദേവി ശിശുവിനെ കോരിയെടുക്കുവാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് ആ ശിശു ശംഖുചക്രഗദാപത്മങ്ങളണിഞ്ഞ 4 തൃക്കൈകളോടും മിന്നിത്തിളങ്ങുന്ന മണിരത്ന കിരീടത്തോടും ഗണ്ഡമണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ടലങ്ങളോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും കൗസ്തുഭ രത്നഹാരത്തോടും തരിവള കടകം കാഞ്ചി തുടങ്ങിയ വിഭൂഷകളോടും കായാമ്പൂ നിറം കവർന്ന കമനീയ കളേബരത്തോടും ചെന്താമരദള സന്നിഭ കോമള നയനത്തോടും കരുണാമൃതം ചൊരിയുന്ന മൃദുല വീക്ഷണങ്ങളോടും പീതാംബരം ചുറ്റിയുടുത്ത അഴകുള്ള അരക്കെട്ടോടും കിങ്ങിണിചാലം കുലുങ്ങുന്ന തൃക്കാലുകളോടും കൂടിയ വിഷ്ണുരൂപം അതാ ആ ശിശു പ്രാപിച്ചു നിൽക്കുന്നതു കണ്ട് പുളകമണിഞ്ഞ ആ മാതാപിതാക്കൾ കൈകൂപ്പി താണു വീണ് വണങ്ങി. 10,000 പശുക്കളെ ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കൊള്ളാമെന്ന് ആ നിമിഷം വസുദേവർ മനസ്സിൽ നേരുകയാണ്.
ആനന്ദത്തോടുകൂടി ഗദ്ഗദത്തോടുകൂടി വസുദേവർ പറയുകയാണ്, നിന്തിരുവടി അടിയങ്ങളുടെ പുത്രനായി പിറക്കുവാൻ മാത്രം അടിയങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്തത്. ആ സമയം ദേവകി കണ്ണീരോടുകൂടി ഇങ്ങനെ പറയുകയാണ്, 14 ലോകങ്ങളും അവിടുത്തെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള അവിടുന്ന് അടിയൻ്റെ ഉദരത്തിൽ വന്നു പിറന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ, ഇതെൻ്റെ മായയോ സ്വപ്നമോ? ദുഷ്ടനായ കംസൻ ഞങ്ങളെ ചങ്ങലയിട്ട് പൂട്ടി ഈ കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ്. ചുറ്റും കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് അടിയൻ്റെ പുത്രഭാവത്തിൽ ജനിച്ചു എന്നറിഞ്ഞാൽ ആ ദുഷ്ടൻ ഇവിടെ വന്ന് എന്തു ചെയ്യും എന്ന് എനിക്ക് ഓർക്കുവാൻ പോലും സാധിക്കുന്നില്ല. കരുണാനിധി, അടിയങ്ങൾക്ക് അവിടുന്നല്ലാതെ മറ്റൊരാശ്രയം ഇല്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദേവകീദേവി ഭഗവാനോട് പറയുന്നു. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ തപസ്സുകൊണ്ടും പുണ്യം കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നത്. മുൻജന്മത്തിൽ നിങ്ങൾ കശ്യപനും അതിഥിയുമായിരുന്നു. അന്ന് അതിഥിയുടെ തപസ്സിൻ്റെ ഫലമായി ഞാൻ നിങ്ങളുടെ പുത്രനായി വാമനൻ എന്ന പേരോടുകൂടി അവതരിച്ചിരുന്നു. എന്നെ മകനായി ധാരാളം കാലം പരിലാളിക്കുവാനുള്ള ഭാഗ്യം അന്ന് നിങ്ങൾക്കുണ്ടാകാതിരുന്നതിനാൽ വീണ്ടും നിങ്ങളുടെ പുത്രഭാവത്തിൽ ഞാൻ അവതരിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ യുഗത്തിൽ നിങ്ങളുടെ പുത്രനായി ഞാൻ അവതരിച്ചിരിക്കുന്നു. ആദ്യം പ്രശ്നിയും സുതപസ്സും ആയിരുന്ന ദമ്പതികളാണ് പിന്നീട് കശ്യപനും അതിഥിയുമായി ജന്മമെടുത്തത്. പ്രശ്നിയുടെയും സുതപസ്സിൻ്റെയും തപസ്സിൻ്റെ ഫലമായി ഞാൻ അവർക്കും പ്രശ്നകൻ എന്ന പേരിൽ ഒരു പുത്രനായി ജനിച്ചിരുന്നു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എൻ്റെ വിശ്വരൂപം മറച്ച് പഴയപടി പൈതലിൻ്റെ ആകൃതി ഞാൻ സ്വീകരിക്കും. അച്ഛൻ എന്നെയും എടുത്തുകൊണ്ട് നേരെ അമ്പാടിയിലേക്ക് പോകണം. അവിടെ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ യശോദ ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. എൻ്റെ മായയുടെ ശക്തിയാൽ അവളുടെ പ്രസവം ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. എന്നെ യശോദയുടെ കുട്ടി എന്നുള്ള നിലയിൽ ആ ദേവിയുടെ അരികത്ത് കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോരണം. അച്ഛൻ തിരിച്ചു വരുന്നത് വരെ കംസനോ അവൻ്റെ ഭടജനങ്ങളോ കാവൽക്കാരോ ആരും ഇതൊന്നും അറിയില്ല എന്ന് ഭഗവാൻ മാതാപിതാക്കളോട് പറയുന്നു. അതിനുശേഷം ഭഗവാൻ തൻ്റെ വിശ്വരൂപം ഉപസംഹരിക്കുകയും ആ ശിശുരൂപം കൈവരിക്കുകയും നിലത്ത് കിടക്കുകയും ചെയ്തു. സന്തോഷത്തോടുകൂടി ദേവകി റാണി തൻ്റെ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ച് ഭർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. വസുദേവർ കുഞ്ഞിനെ ഒരു പുതപ്പുപയോഗിച്ച് പുതപ്പിക്കുന്നു. ആ സമയത്ത് കാരാഗൃഹത്തിൻ്റെ വാതിൽ തന്നെത്താൻ തുറക്കുന്നു. ആ സമയത്ത് കാവൽക്കാരൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. അങ്ങനെ വസുദേവർ ഈ കാരാഗൃഹത്തിൻ്റെ പുറത്തേക്ക് കടക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ പെരുമഴയാണ്. ആ സമയത്ത് ആദിശേഷൻ ഒരു കുടയായി, ഒരു രക്ഷാകവചമായി വസുദേവരുടെ കൂടെ പോകുന്നു. അങ്ങനെ ഇന്ദ്രൻ മിന്നലുകൾ വഴിനീളം തെളിയിച്ച് വെളിച്ചം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ വസുദേവരുടെ കൂടെ
സകല ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും സഞ്ചരിച്ചു. ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളത്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ കൂടെ ഇവരെല്ലാവരും ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അങ്ങനെ ആകാശത്തുകൂടി ഇവരെല്ലാവരും അകമ്പടി സേവിച്ച് ആ പുണ്യ മഹോത്സവം എല്ലാവരും കാണുകയാണ്. അവതാരത്തിൽ ശ്രേഷ്ഠമായ കൃഷ്ണാവതാരത്തിൻ്റെ ആദ്യ ലീലകൾ അത് കണ്ട് എല്ലാവരും ആനന്ദിച്ചു. അതിനുശേഷം വസുദേവർ ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്താണ് കാളിന്തി നദി കടക്കേണ്ടുന്ന ആവശ്യം വരുന്നത്. കാളിന്തി നദി കുതിച്ച് പായുകയാണ്. ആ സമയത്ത് ഒരു അശരീരി ഇവിടെ കേൾക്കുകയാണ്, കാളിന്തി ലോകരക്ഷകൻ്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കി കൊടുക്കുക എന്ന അശരീരിയാണ് കേൾക്കുന്നത്. അതോടുകൂടി പുണ്യമന്ദാകിനിയായ യമുന കാളിന്തി വസുദേവർക്ക് നടക്കുവാൻ വേണ്ടുന്ന രീതിയിൽ ജലം ഇരുഭാഗത്തേക്കും പിൻവലിക്കുന്നു. യമുനയുടെ ഒരു കൈവഴിയാണ്, പോഷക നദിയാണ് കാളിന്തി. വസുദേവർ അതിൽ കൂടി അതിവേഗം നടന്ന് അക്കരെ കടക്കുന്നു. അമ്പാടിയിൽ ചെല്ലുന്നു. നന്ദഗോപരുടെ മന്ദിരത്തിലെത്തുന്നു. അവിടെ വിഷ്ണുമായയുടെ അനുഗ്രഹത്താൽ എല്ലാവരും ബോധമില്ലാത്തവരെ പോലെ ഉറങ്ങുകയാണ്. അവിടെ പ്രസവമുറിയാണ്. യശോദാദേവി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. പക്ഷേ ആരും അക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മായാദേവിയുടെ ഒരു മായാവൈഭവം. അങ്ങനെ വസുദേവർ ആ പെൺകുഞ്ഞിനെ അവിടെ നിന്നും എടുക്കുന്നു. ആ സ്ഥാനത്ത് ഭഗവാനെ അവിടെ കിടത്തുന്നു. അതിനുശേഷം ഭഗവാന് തൻ്റെ മകന് നിറയെ ചുംബനങ്ങൾ വസുദേവർ കൊടുക്കുകയാണ്. എന്നിട്ടിങ്ങനെ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മകനെ ഞാൻ എന്ന് നിന്നെ കാണും. ഇങ്ങനെ ചിന്തിച്ച് വേദനയോടുകൂടി ആ പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് വസുദേവർ വേഗം നടന്ന് എവിടെ എത്തിച്ചേരുന്നു? കാരാഗൃഹത്തിൽ എത്തിച്ചേരുന്നു. അകത്തു കയറിയ ഉടൻ തന്നെ ചങ്ങലകളെല്ലാം ബന്ധിക്കപ്പെട്ടു. പെൺകുട്ടി കരയുന്നു. അതോടുകൂടി കാവൽക്കാരെല്ലാം ഉണർന്നു. ഉടൻ തന്നെ ദേവകീ റാണി 8ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കാവൽക്കാരൊക്കെ അറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഓടി എവിടേക്ക് ചെല്ലുന്നു? കംസൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അതോടുകൂടി കംസൻ മുടി ചീകാതെയും വസ്ത്രങ്ങൾ നേരെയാക്കാതെയും എന്ത് ചെയ്യുകയാണ്? ഓടി കിതച്ച് ദേവകി റാണിയുടെ കാരാഗൃഹത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് അലറുകയാണ്, എവിടെ നിന്റെ കുട്ടി എന്ന് ചോദിച്ചലറിയപ്പോൾ ദേവകി റാണി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ജ്യേഷ്ഠ, ഇതൊരു പെൺകുഞ്ഞാണ്, ഇതിനെ കൊല്ലരുതേ. പെൺകുഞ്ഞിനെ കൊല്ലുന്നത് ദോഷമല്ലേ? പെൺകുഞ്ഞാണ്, പെൺകുഞ്ഞിന് അങ്ങയെ കൊല്ലാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇതിനോട് ദയവ് കാണിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദേവകി റാണി കരയുന്നു. പക്ഷേ അനുജത്തിയുടെ ഒരു തരത്തിലുള്ള വാക്കുകളും കംസൻ്റെ ചെവിയിൽ കയറിയില്ല എന്ന് മാത്രമല്ല, കുഞ്ഞിനെ പിടിച്ചു മേടിച്ചിട്ട് അടിച്ചു കൊല്ലുവാനായി കുഞ്ഞിൻ്റെ കാലിൽ പിടിച്ച് താഴേക്ക് ഇങ്ങനെ അടിക്കാനായി ശ്രമിക്കുന്നു. ആ സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും, കംസൻ്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് എന്തു ചെയ്യുന്നു? മേൽപോട്ട് ഉയരുന്നു. അങ്ങനെ ആകാശത്ത് ചെന്ന് നിന്നിട്ട് ആ കുഞ്ഞ് പറയുകയാണ്. ആ സമയത്ത് കംസൻ മുകളിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ രൂപമല്ല കംസൻ അവിടെ കാണുന്നത്. അതിന് പകരം അവിടെ കണ്ടതാരെയാണ്? കാളമേഘവർണം പൂണ്ട് ഖഡ്ഗം, ചാപം, ബാണം, ചർമ്മം, ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച 8 കൈകളോടും ദിവ്യപ്രകാശത്തോടും കനക കുണ്ടലദ്വയങ്ങളോടും നീണ്ടഴിഞ്ഞ കരിമുകിലൊത്ത കബരിയോടും കൂടിയ ഒരു അത്ഭുത സ്വരൂപിണിയായ ദേവിയെയാണ്, സാക്ഷാൽ ദുർഗയായ കാർത്യായനി ദേവിയെയാണ് കംസൻ അവിടെ കണ്ടത്. ആ ദേവി അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹേ ദുഷ്ടനായ കംസ, സ്ത്രീകളോടാണോ നിന്റെ പരാക്രമം? ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തിട്ടാണ് നീ എന്നെ കൊല്ലാനൊരുങ്ങിയത്? ഹേ ദുഷ്ട, മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീ എന്തു ചെയ്താലും ഒരു പ്രയോജനവും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. നിന്നെ വധിക്കുവാനുള്ള പൈതൽ എന്നോടൊപ്പം ഈ ഭൂമിയിൽ ജനിച്ച്
കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കാലു പിടിച്ചതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പോൾ വധിക്കുന്നില്ല എന്ന് ഭഗവതി കംസനോട് പറയുകയാണ്. കംസൻ കാലിൽ പിടിച്ചിട്ടാണ് ആ തല അടിച്ചു കൊല്ലാനായിട്ട്, ആ കുഞ്ഞിൻ്റെ തല ആ പാറമേൽ അടിച്ചു കൊല്ലാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഭഗവതിയുടെ കാലിലാണ് ആര് പിടിച്ചത്? കംസൻ പിടിച്ചത്. അതുകൊണ്ട് കാലിൽ പിടിച്ചത് കൊണ്ട്, എൻ്റെ കാലിൽ പിടിച്ചത് കൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല എന്ന് മായാദേവി ഭഗവതി കാർത്യായനി ദുർഗ കംസനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയാവുകയും ചെയ്തു. അതോടുകൂടി പിന്നെ കംസന് ഉറക്കമില്ലാത്ത നാളുകളാണ്. പിന്നീടുള്ള കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഭാഗവതം കഥാരൂപത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ആ കഥകളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് ഭഗവാന്റെ അവതാര കഥ അത് കേൾക്കണം, പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഭഗവാന്റെ അവതാര കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1-2 തവണ കൂടി സമയം കിട്ടുമെങ്കിൽ ഒന്ന് ആവർത്തിച്ച് കേട്ടു നോക്കൂ. അപ്പോൾ കൂടുതൽ ആ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അതായത് ദേവകി റാണിയുടെ ഗർഭം, ആ ഗർഭത്തിന് ചുറ്റും ഒരു പ്രകാശം ഉണ്ടാകുന്നു, കംസൻ വരുന്നു, കംസൻ്റെ പേടി, അതിനുശേഷമുള്ള പ്രസവം, കുഞ്ഞു ശിശു 4 തൃക്കൈകളോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ദേവകീദേവിയോടും വസുദേവരോടും സംസാരിക്കുന്ന ഭാഗം, അതിനുശേഷം ആ പെരുമഴയത്തുകൂടി വസുദേവര് കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന ആ ഭാഗമൊക്കെ, അതിനുശേഷം ഭഗവതി കാർത്യായനി കംസനോട് സംസാരിക്കുന്ന ആ ഭാഗമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരണം. നിങ്ങളും ആ കാരാഗ്രഹത്തിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ നിങ്ങൾ ആലോചിക്കൂ, അവിടെ ഒരു തൂണുണ്ടായിരുന്നു, ആ തൂണിൻ്റെ മറവിൽ നിങ്ങളുമുണ്ടായിരുന്നു, നിങ്ങളതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കണം. ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളത്ത്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനായി വൈകുണ്ഠപതി അവതരിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായി പുറത്തേക്ക് പോകുന്ന ആ കാഴ്ച, നമ്മളങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനൊക്കെ എഴുന്നള്ളുമ്പം ഭഗവാന്റെ കൂടെ നമ്മളെല്ലാവരും നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമല്ലേ. അതേപോലെ ഭഗവാൻ കാരാഗ്രഹത്തിൽ നിന്നും അമ്പാടിയിലേക്ക് പോയ ആദ്യത്തെ ആ എഴുന്നള്ളത്താണ്. ആ എഴുന്നള്ളത്തിൻ്റെ കൂടെ സകല ദേവന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും സപ്തർഷികളും നാരദരും മഹാബലി തുടങ്ങിയ ഭഗവാന്റെ ഭക്തന്മാരായ അസുരന്മാരും എല്ലാവരും തന്നെ ആ എഴുന്നള്ളത്തിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്തു. നമ്മളും അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. ഭഗവാന്റെ എഴുന്നള്ളത്ത് ഇപ്പോൾ ശിവേലിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളും എന്ത് ചെയ്യും? ഭഗവാന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നാമം ചൊല്ലി യാത്ര ചെയ്യും. അതുപോലെ ഇവിടെ ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളത്തിന് സാക്ഷ്യം വഹിക്കുവാനായി എല്ലാവരും എത്തിച്ചേർന്നുവെന്നും അവരും യാത്ര ചെയ്തു എന്നും ഭാഗവതം വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആ കാഴ്ചയൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ വീണ്ടും വന്ന് പതിയണം. നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് ഉണ്ണിക്കണ്ണൻ പിറക്കുകയാണ്. ഇനിയുള്ള നിങ്ങളുടെ ഓരോ ജീവിതവും ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം? ഭഗവാന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, നല്ല ഭക്തരായി തീരുക, ഭഗവാനോട് ഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.